ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബയോളജിയുടെ മോഡൽ ചോദ്യപേപ്പർ സെറ്റ് സി ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പറയുന്ന എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇത്തരം ചോദ്യപേപ്പറുകൾ നോക്കുന്നത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല നമ്മുടെ ഈ അടുത്ത വാർത്താ സമ്മേളനത്തിലൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതും അത്രത്തോളം നമ്മുടെ ഫൈനൽ എക്സാം എന്ന് പറയുന്നത് പാടാവത്തില്ല, നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടാവത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നല്ലതായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ആകപ്പാടെ ഉള്ളൊരു സാധനം എന്ന് പറയുന്നത് ഇവർ തന്നിട്ടുള്ള ഈ പറയുന്ന 3 സെറ്റ് മോഡൽ ചോദ്യപേപ്പറുകളാണ്. അപ്പോൾ ഈ മോഡൽ ചോദ്യപേപ്പർ നോക്കുമ്പോൾ നമുക്ക് ഈ എക്സാം നടത്തുന്ന എക്സാമിനറുടെ ഒരു മൈൻഡ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്ത് ചെയ്യും കിട്ടും അല്ലേ. ഈ പറയുന്ന ആൾ എന്തൊക്കെ ടോപ്പിക്കിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ചോദ്യത്തിലല്ല ചോദ്യത്തിൻ്റെ രീതി, ഏത് രീതിയിലാണ് ചോദിക്കുന്നത്, ഏത് ടോപ്പിക്കിൽ നിന്നാണ്, അതിനാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്വാഭാവികം പഠിച്ച സമയമൊന്നും കളയുന്നില്ല, നേരെ എന്ത് ചെയ്യുന്നു, ചാപ്റ്ററിലോട്ട് പോകുന്നു. ഏതെങ്കിലും ടോപ്പിക്ക് സംശയം ഉണ്ടെങ്കിൽ ഫുൾ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നോട്ടും അവിടെ അവൈലബിൾ ആണ്, ടെലഗ്രാമിലും വാട്സാപ്പിലും ഉണ്ട്. തുടങ്ങാവുന്ന ചോദ്യം, വിച്ച് ഹ്യൂമൻ ആൻസിസ്റ്റർ എമംഗ് ദ ഫോളോവിങ് ഈസ് ദ കണ്ടംപററി ഓഫ് മോഡേൺ മാൻ? മോഡേൺ മാനുമായിട്ട് ഏറ്റവും സാമ്യത ഉള്ള ഈ പറഞ്ഞ ആദിമ മനുഷ്യൻ ആൻസിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ ഹോമോസാപ്പിയൻസ് കണ്ട് ആദ്യം കയറി അടിക്കരുത്. ഹോമോസാപ്പിയൻ എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ്, അതല്ല നമ്മുടെ ആൻസിസ്റ്ററാണ് ചോദിച്ചിട്ടുള്ളത്. ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലിസ്, ഹോമോ നിയാൻഡർതാലൻസിസ് ആണ് കറക്റ്റ് ഉത്തരമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. സ്റ്റേറ്റ്മെന്റ് 1, നൈറ്റ് ബ്ലൈൻഡ്നെസ് ആൻഡ് സെറോപ്താൽമിയ ആർ ദ ഐ ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. ശരിയാണ്. പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇവിടെ തെറ്റുണ്ട്, നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ല, ഇവിടെ സെറോപ്താൽമിയാണ് വരേണ്ടത്. അപ്പോൾ ഇതെന്താണ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ട്രൂ ആണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് എന്താണ്, ഫോൾസ് ആണ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. മാച്ച് ദ ഫോളോയിങ്: ലീനിയർ മൂവ്മെന്റ് ഓഫ് ദ ഹെഡ്, റൊട്ടേഷണൽ മൂവ്മെന്റ് ഓഫ് ദ ഹെഡ്, മൂവ്മെന്റ് ഓഫ് ദ എൻഡോലിം ഇൻ ദ കോക്ലിയ, ഓവൽ വിൻഡോ, ഹെയർ സെല്ല് കണ്ട് മൊത്തത്തിലൊന്ന് കിളി വറക്കുന്ന ചോദ്യമാണ്. പക്ഷേ സിമ്പിളായി പഠിച്ചൊരു കുട്ടിക്ക് കിട്ടുന്നൊരു കാര്യം വൈബ്രേഷൻ ഓഫ് ദ സ്റ്റേപ്പിസ് ആണ്. സ്റ്റേപ്പിസ് വൈബ്രേറ്റ് ചെയ്താൽ അത് എങ്ങോട്ടാണ് വൈബ്രേഷൻ കൊടുക്കുന്നത്, അത് ഓവൽ വിൻഡോയിലോട്ടാണ് എന്ന ഒരു ഐഡിയ ഇവിടെ ഒരു കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം, എസ് എന്ന് പറയുന്നപ്പോൾ 1 ആണ്. ഇവിടെ എസ് 1 വരുന്ന ഓപ്ഷൻ ഏതാണ്, സി മാത്രമാണ്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ബാക്കി പറഞ്ഞില്ലേലും കുഴപ്പമില്ല. നോക്കി, പി എന്ന് പറയുന്നത് 3 ആണ്. അതായത് ലീനിയർ മൂവ്മെന്റ് ഓഫ് ദ ഹെഡ് എന്ന് പറയുന്നത് വെസ്റ്റിബ്യൂളിൻ്റെ വൈബ്രേഷൻ ആണ്. റൊട്ടേഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് നമ്മുടെ സെമി സർക്കുലർ കനാലുകളുടെ വൈബ്രേഷൻ ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ്, മൂവ്മെന്റ് ഓഫ് ദ എൻഡോലിംബ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൂവ്മെന്റ് ഓഫ് ദ എൻഡോലിംബ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് വരുന്നത് എന്തിലായിരിക്കും, നമ്മുടെ ഹെയർ സെൽ ഓഫ് ദ ഓർഗൻ ഓഫ് കോർട്ടിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങൾ വരുമ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് തരുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഒരു ആശ്വാസവും ആവാം, ചിലപ്പോൾ കൺഫ്യൂഷനും ആവാം. എങ്കിലും ഒന്നും അറിയില്ലെങ്കിൽ അറിയാമെന്നുള്ളതിൽ നിന്ന് മറ്റൊരോട്ട് ഉത്തരം എത്താനൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ വെച്ചേക്കുക. അതൊക്കെ പിന്നെ ഒരു ഭാഗ്യത്തിൻ്റെ കളിയാണ്. ഓക്കെ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. SRY ജീൻ ഓൺ ദ Y ക്രോമസോം ഡിറ്റർമിൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഓവറി ഇൻ ദ എംബ്രിയോ. തെറ്റാണ്, ഓവറി അല്ല. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ ചോദിച്ചിട്ടുള്ളത്, ഓവറി അല്ല, ടെസ്റ്റിക്കിളാണ്. ക്രോമസോംസ് ദാറ്റ് ഡിറ്റർമിൻ ഫിസിക്കൽ ട്രൈറ്റ്സ് ആർ ഓട്ടോസോംസ്. ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. DNA സ്ട്രാൻഡ് വൈൻഡ് അറൗണ്ട് ദ ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം എ സ്ട്രക്ചർ കാൾഡ് ന്യൂക്ലിയോസോം. ശരിയാണ് അല്ലേ. നമുക്ക് ഈ പറയുന്ന 4 ഹിസ്റ്റോൺ ഒക്ടാമറിന്റെ ചുറ്റിൽ ഈ പറയുന്ന DNA ഇങ്ങനെ വൈൻഡ് ചെയ്തുണ്ടാവുന്ന സാധനമൊക്കെ ഓർമ്മയില്ലേ. ഇൻ ക്രോമസോം ന്യൂക്ലിയോസോംസ് കണക്റ്റഡ് ബൈ സെൻട്രോമിയർ അല്ല, സെൻട്രോസോം. അപ്പോൾ ഇത് തെറ്റ്. അപ്പോൾ എന്താണ്, 2, 3 ആണ് ശരി. അപ്പോൾ 2, 3 ശരി വരുന്ന ഓപ്ഷൻ സി ആണ്. 2, 3 ആണ് നമ്മുടെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന 5ാമത്തെ ചോദ്യമാണ്. നോക്കാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ഷോയിങ് ദ മസിൽ ദാറ്റ് കൺട്രോൾ ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്, നമ്മുടെ പ്യൂപ്പിളിൻ്റെ മസിലാണ്. ഫസ്റ്റ് ഐഡന്റിഫൈ ദ മസിൽ എ ആൻഡ് ബി. സിമ്പിൾ ചോദ്യം. എ എന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ളത് കൊണ്ട് അത് റേഡിയൽ മസിൽ, ബി എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പിലിരിക്കുന്ന സർക്കുലർ മസിൽ. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് റേഡിയൽ ആയിട്ടുള്ള മസിലാണ്. ബി എന്ന് പറയുന്നത് എന്താണ്, ബി എന്ന് പറയുന്നത് സർക്കുലാർ മസിലാണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഹൗ ഡസ് ദെയർ ഇൻറ്ററാക്ഷൻ ഡിഫർ ഇൻ ബ്രിങ്ങിങ് ഡിം ലൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതണം, ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് വരുന്ന സമയത്ത് നമ്മുടെ സർക്കുലാർ മസിൽ എന്ത് ചെയ്യുന്നു, സർക്കുലാർ മസിൽ കോൺട്രാക്ട് ചെയ്ത് ഈ പറയുന്ന വലിപ്പം എന്ത് ചെയ്യും, കുറയ്ക്കും. അടുത്ത്
ലോ ഇൻറ്റൻസിറ്റി ലൈറ്റ് വരുന്ന സമയത്തേക്ക് റേഡിയൽ മസിൽ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. റേഡിയൽ മസിൽ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും? ഇങ്ങോട്ട് വലിയും, ഈ പറഞ്ഞ ഹോളിൻ്റെ വലിപ്പം കൂടും. ഇതാണ് എഴുതി വെക്കേണ്ടത്. മാർക്ക് കിട്ടും. 5B, വേരിയേഷൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഹെൽപ്പ് ഇൻ ഡിസ്റ്റിങ്ക്വിഷിംഗ് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ്. നെയിം ദ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ്? അത് ഗ്ലൂട്ടാമേറ്റ് ആണ്. അല്ലെ, എന്താണ് അത്? ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന ആളാണ്. ഹൗ ഈസ് ഡാർക്ക്നെസ് ഡിറ്റക്റ്റഡ്? വെൻ ദർ ഇസ് നോ ലൈറ്റ്, ഗ്ലൂട്ടാമേറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് കണ്ടിന്യൂസ്ലി. ലീഡിങ് എന്ത് പറ്റും? നമ്മുടെ ഓൺ ബൈപോളാർ സെൽ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? അത് ഇൻആക്റ്റീവ് ആയിരിക്കും. ഓഫ് ബൈപോളാർ സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്റ്റീവ് ആയിരിക്കും, ഇൻഡിക്കേറ്റിംഗ് ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. മാർക്ക് ഇവിടെ കിട്ടും. 6ാമത്തെ ചോദ്യം, DNA analysis of a fossil skull helped trace the human ancestry. Which technology made this possible? ഏതാണ്? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? DNA. എന്താണ്? DNA finger printing. What is the basis of this technology? DNA finger printing ടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ന്യൂക്ലിയോടൈഡുകൾ അവരുടെ സീക്വൻസ് എന്ന് പറയുന്ന ഓരോ വ്യക്തികൾക്കും എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. ഓരോ വ്യക്തികൾക്കും എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. സോ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്ത 7ാമത്തെ ചോദ്യം, വിച്ച് ഡിസീസ് അഫക്റ്റഡ് ദ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ? അപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും പേഴ്സൺസ് അഫക്റ്റഡ് ആണ് നമ്മുടെ Y ആക്സിസിൽ കിടക്കുന്നത്. പല ഡിസീസുകളാണ് എക്സിൽ കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അഫക്റ്റ് ചെയ്ത രോഗം എന്ന് പറയുന്നത് ഏതാണ്? മലേറിയയാണ്. നോക്കി തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം. സജസ്റ്റ് പ്രിക്വേഷൻസ് ടു പ്രിവെൻറ്റ് ഇറ്റ് സ്പ്രെഡ്. അപ്പോൾ മലേറിയ സ്പ്രെഡ് ചെയ്യുന്ന ആളെന്ന് പറയുന്ന ആരാണ്? മൊസ്കിറ്റോ ആണ്. അപ്പം മൊസ്കിറ്റോയെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ എഴുതി വയ്ക്കുക. വെള്ളം, മറ്റു കാര്യങ്ങൾ സൂക്ഷിക്കുന്നത്, മറ്റു കാര്യങ്ങൾ. ഐഡൻറ്റിഫൈ ദ ബാക്ടീരിയൽ ഡിസീസ് ഫ്രം ദ ഗ്രാഫ്. ഇതിൽ ബാക്ടീരിയ ഡിസീസ് ഏതൊക്കെയാണ്? അത് ട്യൂബർകുലോസിസും റാറ്റ് ഫീവറുമാണ് എന്തെന്ന് പറയുന്നത്? ഇവിടുത്തെ ബാക്ടീരിയൽ ഡിസീസ് എന്ന് പറയും. നമ്മൾ ആദ്യം ഡിസീസുകൾ പഠിച്ച കേസാണ് അല്ലേ. 8ാമത്തെ ചോദ്യം, some finch species found in the Galapagos Island are listed in the box. Explain the formation of these species based on Darwin's theory of natural selection. Insectivorous finches, cactus eating finches, seed eating finches. അപ്പോൾ ഇത് 3 ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഒരു ഐലൻഡിൽ ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ് അല്ലേ ഒരു സ്ഥലത്തുണ്ട്. ഈ അവൈലബിലിറ്റി ഓഫ് ഫുഡ് അനുസരിച്ചായിരിക്കും അവിടെ എന്ത് നടക്കുന്നത്? നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നത്. അതായത് ഇൻസെക്റ്റ് ഉള്ളിടത്ത് ഇൻസെക്റ്റിനെ കഴിക്കാൻ പറ്റുന്ന കൂർത്ത ചുണ്ടുകളുള്ള കിളികൾക്ക് പറ്റും. കാക്ടസിൻ്റെ ഇടയിൽ നിന്ന് ഫുഡ് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് അവിടുത്തെ ഫുഡ് അവൈലബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പറഞ്ഞതായിരിക്കും. സീഡ് ആയിരിക്കും അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ഒരു സ്ഥലത്തെ അവൈലബിൾ ഫുഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേർഡ്സിനെ ആയിരിക്കും നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നത്. സോ ഈ പറയുന്ന സെലക്ട് ചെയ്ത ആളുടെ സ്പീഷീസിൻ്റെ അളവ് എന്ത് പറ്റും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇവരിൽ ചെറിയ എന്തുണ്ടാകും? ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. ഈ വേരിയേഷൻസ് അക്യൂമുലേറ്റ് ചെയ്ത് ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഇവർക്ക് ഈ പറഞ്ഞ പഴയ ആൾക്കാരുമായിട്ട് ബ്രീഡ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ ഇവരെന്തായിട്ട് മാറും? ഇവരൊരു ന്യൂ സ്പീഷീസ് ആയിട്ട് മാറും. ഇതാണല്ലോ നമ്മുടെ ഡാർവിൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്ന് അവിടെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും, 2 മാർക്ക് കിട്ടും. ഡാർവിൻ്റെ തിയറി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് 9ാമത്തെ ചോദ്യം, ഇഫ് ദ RNA ഇൻഡിക്കേറ്റഡ് ബിക്കംസ് ഇനാക്റ്റീവ്. ഈ കാണിച്ചേക്കുന്ന RNA ഇനാക്റ്റീവ് ആയാൽ പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഏത് സ്റ്റേജ് ആയിരിക്കും എഫക്റ്റഡ് ആകുന്നത്? അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? പ്രൊഡക്ഷനാണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ഇവിടെ നടക്കുന്നത് എന്താണ്? അപ്പോൾ ട്രാൻസ്ലേഷൻ ആയിരിക്കും. അപ്പോൾ ട്രാൻസ്ലേഷൻ സ്റ്റേജ് ആയിരിക്കും അഫക്റ്റഡ് ആകുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ട്രാൻസ്ലേഷൻ ദ അമിനോ ആസിഡ് ആർ അറേഞ്ച്ഡ് ഇൻ എ പ്രോപ്പർ ഓർഡർ ബേസ്ഡ് ഓൺ ദ മെസ്സേജ് ഫ്രം ദ DNA. This RNA that is shown here is called rRNA or the ribosomal RNA. The ribosomal RNA is the RNA that will attach the amino acid in the correct sequence. അപ്പോൾ ഇപ്പോൾ ഇത് ഡിഫക്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? പ്രോട്ടീൻ സിന്തസിസ് നടക്കത്തില്ല. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ അടുത്ത് വരുന്നത് 10ാമത്തെ ചോദ്യമാണ്. ചിമ്പൻസി ഇവിടെ എന്താണ്? അമിനോ ആസിഡ് ഓഫ് ദ ബീറ്റ ചെയിൻ കമ്പയർഡ് ടു ഹ്യൂമൻസ്. ചിമ്പൻസി നമ്മളും ഏതാണ്ട് സിമിലർ ആണ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 0. ഗൊറില്ലയുമായി ചെറിയ ഡിഫറൻസേ ഉള്ളൂ. റാറ്റുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. വിച്ച് ബ്രാഞ്ച് ഓഫ് ബയോളജി ഈസ് ദിസ്? എവിഡൻസ് ഗിവൺ ഇൻ ദ ടേബിൾ റിലേറ്റഡ് ടു. ഏതാണ്? മോളിക്കുലാർ ബയോളജിയാണ് അല്ലെ. ഏതാണ്? മോളിക്കുലാർ ബയോളജിയാണ് നമ്മുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത്.
എക്സ്പ്ലെയിൻ ദ എവല്യൂഷൻ റിലേഷൻഷിപ്പ് എമംഗ് ദീസ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ. ചിമ്പൻസി ആൻഡ് ഹ്യൂമൻസ് ആർ ഹൈലി റിലേറ്റഡ്. ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദ എന്താണ് അമിനോ ആസിഡ് ഓഫ് ദ ബീറ്റാ ചെയിൻ ഓഫ് ദ ബീറ്റാ ചെയിൻ. സോ ചിമ്പൻസി ആൻഡ് ഹ്യൂമൻസ് ആർ ഹൈലി റിലേറ്റഡ്. ഗൊറില്ല ആൻഡ് ഹ്യൂമൻസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ആൻഡ് റാറ്റ് ആൻഡ് ഹ്യൂമൻസ് ആർ ഹൈലി ഡിഫറൻറ്റ്. അതങ്ങ് എഴുതി വെച്ചാൽ മതി, കിട്ടും. ഓക്കെ, കുറച്ചുകൂടി പോയിന്റായിട്ട് എഴുതണം. അടുത്ത 11ാമത്തെ ചോദ്യം. എ ഫാർമർ പെപ്പർ പ്ലാന്റേഷൻ വാസ് വിസിറ്റഡ് ബൈ ആൻ അഗ്രികൾച്ചർ ഓഫീസർ ആൻഡ് ഫൗണ്ട് ദാറ്റ് ദ പ്ലാന്റ് ആർ അറ്റാക്ഡ് ബൈ ക്വിക്ക് വിൽറ്റ് ഡിസീസ്. ഐഡന്റിഫൈ ദ പാത്തോജൻ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴേ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു, ചെറിയ ഭാഗമാണെങ്കിൽ ഉറപ്പായിട്ട് വരും. എന്താണ്? ഫംഗസ് ആണ് അല്ലേ? ക്വിക്ക് വിൽറ്റ് ഡിസീസിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് ഫംഗസ് ആണ്. സിംറ്റം എന്തായിരിക്കും? സിംറ്റം എന്ന് പറയുന്നത് ലീവ്സ് എന്ന് പറയുന്നത് വെറ്റായിട്ട് മാറും. വെറ്റ് മാർക്ക് ഓൺ ദ ലീഫ്, വെറ്റ് മാർക്ക് ഓൺ ദ ലീഫ്. അടുത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലീവ്സ് ഫോൾ പ്രീ മെച്യൂർലി. ലീഫ് ഫോള് പ്രീ മെച്യൂർലി. ഏതായാലും 2-3 പോയിന്റുകൾ എഴുതി വെച്ചാൽ അവിടെ മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഓർ ചോദ്യമാണ് കുറച്ചുകൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. ബ്ലഡ് കളക്ഷൻ അല്ലെങ്കിൽ സ്കൂൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുകയാണ്. സ്റ്റുഡൻറ് വാസ് ഗിവൺ ആൻ ഓപ്പർച്യൂണിറ്റി ടു മാച്ച് ദ ബ്ലഡ് ഡോണേഴ്സ് ആൻഡ് റെസിപ്പിയൻറ്റ്. വാട്ട് ഫാക്ടർ വുഡ് ബി കൺസിഡേർഡ്? എന്തൊക്കെയായിരിക്കും? ആൻറ്റിജൻ, ആൻറ്റിബോഡി, RH ഫാക്ടർ. ഇത് മൂന്നുമാണ് നമ്മൾ രക്ത ഗ്രൂപ്പ് മാച്ച് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദി ഡോണേഴ്സ് ബ്ലഡ് കണ്ടെയ്നിങ് ആൻ ആൻറ്റിജൻ ദാറ്റ് ഈസ് നാച്ചുറലി ആബ്സെന്റ് ഇൻ ദ റെസിപ്പിയൻറ്റ്? ഡോണറിൻ്റെ ആൻറ്റിജൻ, അതിന് തക്കതായിട്ടുള്ള ഈ പറയുന്ന ആൻറ്റിബോഡികൾ അവിടെ ഇല്ല എങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ അതിനെതിരെയുള്ള ആൻറ്റിബോഡി ഈ പറഞ്ഞ റെസിപ്പിയൻറ്റിലുണ്ടെങ്കിൽ എന്ത് പറ്റും? അഗ്ലൂട്ടിനേഷൻ സംഭവിക്കും. എന്ത് സംഭവിക്കും? അഗ്ലൂട്ടിനേഷൻ സംഭവിക്കും. എന്താണ് അഗ്ലൂട്ടിനേഷൻ എന്നുള്ളത് അങ്ങ് എഴുതി വെക്കുക. ഓക്കെ, 12ാമത്തെ ചോദ്യം. വാട്ട് ഡസ് ദ ഇല്ലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്സ്? ഇതെന്താ കാണിച്ചിരിക്കുന്നത്? ഇത് ക്രിസ്പർ ടെക്നോളജിയാണ് അല്ലെ? CRISPR, ക്രിസ്പർ ടെക്നോളജിയാണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പാർട്ട് ഇൻഡിക്കേറ്റർ ആസ് എക്സ്? എക്സ് ഗൈഡ് RNA ആണ് അല്ലെ? ഗൈഡ് RNA ആണ്. ഇറ്റ് വിൽ ഐഡൻറ്റിഫൈ ദ സീക്വൻസ് ദാറ്റ് ഈസ് ടു ബി റിമൂവ്ഡ്. ഹൗ ഡസ് ദ പ്രോസസ് ദാറ്റ് ഒക്കർ ആസ് എ റിസൾട്ട് ഓഫ് ദ ആക്ഷൻ ഓഫ് casein enzyme bring about a change in the trait of an organism? The casein protein will cut the specific sequence of DNA and we can replace it with a new one. So the desired change can be bring about in a organism by using CRISPR technology. 13ാമത്തെ ചോദ്യം. കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നത്? ഏതാണ് ഇത്? നമ്മുടെ റോഡ് സെല്ലാണോ? അല്ല, ഇതെന്താണ്? നമ്മുടെ കോൺ സെല്ലാണ്. ഇത് നമ്മുടെ എന്താണ്? കോൺ സെല്ലാണ് ഈ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഡിഫറെൻറ്റ് വേവ് ലെങ്ത്? കളർ വിഷൻ ഈസ് പോസിബിൾ ഇഫ് ദ കോൺ സെൽസ് ആർ സ്റ്റിമുലേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. 3 ടൈപ്പ് ഉണ്ട് അല്ലേ? L കോൺ ഉണ്ട്, M കോൺ ഉണ്ട് അല്ലേ? അതുപോലെ നമുക്ക് എന്തുണ്ട്? S കോണും ഉണ്ട്. അതായത് റെഡ്, അതുപോലെ നമ്മൾ ഈ പറയുന്ന മീഡിയം കളർ ബ്ലൂ. അപ്പോൾ ഇത് മൂന്നും ഏത് ഇൻറ്റൻസിറ്റിയിലാണ് ഒരു ലൈറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നിറം കാണുന്നത്. അപ്പോൾ അത് എഴുതി വെച്ചാൽ അവിടെ മാർക്ക് കിട്ടും. 14A നോക്കാം. എന്താണ് 14A പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറൻ്റ്ലി ദർ ഇസ് നോ മെഡിസിൻ ടു കംപ്ലീറ്റ്ലി ക്യൂർ ദിസ് ഡിസീസ്. ഹവർ ത്രൂ ആൻറ്റിറിട്രോവൈറൽ therapy it is possible to control the multiplication of the virus and maintain the patient's immunity. Which disease is mentioned in the statement? How does it affect the body? ഏതാണ്? അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന എയ്ഡ്സിനെ പറ്റിയാണ് പറയുന്നത്. ഇത് നമ്മുടെ T ലിംഫോസൈറ്റുകളെയാണ് എന്ത് ചെയ്യുന്നത്? അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ എന്ത് നഷ്ടപ്പെടുന്നു? നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. സോ അസുഖങ്ങൾ പെട്ടെന്ന് വരും. അതാണ് അതിൻ്റെ എഫക്റ്റ് ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ പ്രിവെൻറ്റ് ചെയ്തത് എങ്ങനെ? ഈ പറയുന്ന അൺസ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെൻറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. ഈ പറയുന്ന എയ്ഡ്സ് ഉള്ള ആളുമായിട്ട് സെക്ഷുവൽ കോണ്ടാക്റ്റ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. ബ്ലഡ് ഡൊണേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എയ്ഡ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുള്ള ബ്ലഡ് വേണം ഡോണർക്ക് കൊടുക്കാനായിട്ട്. ഇത് 3 എഴുതിയാൽ മതി. The box B shows some proteins and enzymes involved in blood clotting. Analyze the information in the box and answer the question. Prothrombin, fibrinogen, fibrin, thromboplastin. Explain the process of the blood clotting, indicating the instructions in the sequential order. When the tissues or the plasmas are damaged, they will release thromboplastin. Thromboplastin convert എന്തായിരിക്കും? ഈ പറയുന്ന ഫൈബ്രിനോജിനെ എന്തായിട്ട് മാറും അല്ലെ? ഫൈബ്രിനാക്കത്തില്ല,
പ്രോത്രോംബിൻ ആക്ടിവേറ്റ് ആവും. ഈ പ്രോത്രോംബിൻ എന്ത് ചെയ്യും? ത്രോംബിൻ ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോത്രോംബിൻ ആക്റ്റീവ് ത്രോംബിനായിട്ട് മാറും. ഈ ത്രോംബിൻ എന്ത് ചെയ്യും? ഫൈബ്രിനോജനെ എന്ത് പറ്റും? ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റും. അപ്പോൾ ആദ്യം ഡാമേജ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റുകൾ അല്ലെങ്കിൽ സെല്ലുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ത്രോംബോപ്ലാസ്റ്റിനെ ഉണ്ടാക്കും. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്രോംബിനെ കൺവേർട്ട് ചെയ്ത് എന്തോട്ട് മാറ്റും? ത്രോംബിനാക്കി മാറ്റും. ഈ ത്രോംബിൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബ്രിനോജനെ എന്തായിട്ട് മാറ്റും? ഫൈബ്രിനാക്കി മാറ്റും. ഈ ഫൈബ്രിൻ എന്ന് പറയുന്നത് മുറിവുണ്ടായ ഭാഗത്ത് ഒരു മെഷ് പോലെ ആക്ട് ചെയ്യും. അവിടെ ബ്ലഡ് പാർട്ടിക്കിൾസ് വന്ന് അറ്റാച്ച് ചെയ്ത് അവിടെ ക്ലോട്ടിങ് നടക്കും. ബിയോണ്ട് പ്രിവെൻറ്റിംഗ് ബ്ലഡ് ലോസ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പ്രോസസ്? ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് പാത്തോജൻ. അല്ലെ, ഒരു മുറിവ് ഉണക്കുമ്പോൾ രക്തം ഒഴുകിപ്പോകുന്നത് മാത്രമല്ല, പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് പാത്തോജൻ. പാത്തോജൻ്റെ എൻട്രിയും കൂടി എന്ത് ചെയ്യും? ഇവൻ തടയും. അതാണ് സംഭവം. അടുത്ത ചോദ്യം, എ ടോൾ പർപ്പിൾ ഫ്ലവർ പീ പ്ലാന്റ്, TTPP. അത് ഈ ടി എന്ന് പറയുന്ന പ്യൂർ അല്ല, സ്മോൾ ടീം കൂടെ ഉണ്ട് കേട്ടോ. അതുപോലെ ഒരു ഷോർട്ട് വൈറ്റ് ഫ്ലവേർഡ് പ്ലാന്റും ഉണ്ട്. ഇല്ലസ്ട്രേഷൻ നോക്കുക. ഫിൽ ദ മിസ്സിംഗ് ഗ്യാമേറ്റ്. ഈ പറയുന്ന ഗ്യാമേറ്റുകൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുണ്ടാകുന്ന ഗ്യാമേറ്റ് ഏതൊക്കെയായിരിക്കും? ക്യാപിറ്റൽ T, ക്യാപിറ്റൽ P. അതുപോലെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള എന്തായിരിക്കും? സ്മോൾ t, ക്യാപിറ്റൽ P. അടുത്ത ഇവിടെ 3 അല്ല, കാരണം ഇവിടെ എന്താ? ഇവിടെ ക്യാപിറ്റൽ T, ക്യാപിറ്റൽ P ഉണ്ടാവാം, സ്മോൾ t, ക്യാപിറ്റൽ P ഉണ്ടാവാം. അപ്പോൾ അത് രണ്ടുമാണ് നമ്മുടെ ഗ്യാമേറ്റ് എന്ന് പറയും. അടുത്ത ഉണ്ടായ ഓഫ് സ്പ്രിങ്സ് നമ്മൾ കണ്ടു. ചോദിച്ചിട്ടുള്ളത്, ഡിഡ് ദ ഓഫ് സ്പ്രിങ്സ് ഷോ എനി ട്രൈറ്റ് ആബ്സെൻറ്റ് ഇൻ ദ പാരൻറ്റ്? പാരൻറ്റിന് ഇല്ലാത്ത ട്രൈറ്റ് ഇവിടെ ഉണ്ടോ? ഉണ്ട്, ദാ കിടക്കുന്നു അല്ലേ. അപ്പോൾ സ്മോൾ t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടി എന്തായിരിക്കും? അത് ഡോർഫ് ആയിരിക്കും. പക്ഷേ അവിടെ ക്യാപിറ്റൽ P ഉള്ളത് കൊണ്ട് ഫ്ലവറിൻ്റെ നിറം എന്തായിരിക്കും? പർപ്പിൾ ആയിരിക്കും. പക്ഷെ നമുക്കറിയാം ടോൾ പർപ്പിളും ഡോർഫ് വൈറ്റും ചെടികളാണ് പാരറ്റ്സ്. പക്ഷേ ഇവിടെ ഡോർഫ് പർപ്പിൾ എന്ന് പറയുന്ന പുതിയൊരാളുണ്ടായി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ക്യാരക്ടർ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്, വിത്തൗട്ട് മിക്സിങ്. അതാണ് നമ്മുടെ മെൻഡലിൻ്റെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഹെറിറ്റ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? വെൻ ഡിഫറൻറ്റ് ട്രൈറ്റ് ആർ എന്താണ് കമ്പൈൻഡ്, ദേ വിൽ ഇൻഹെറിറ്റ് ഇൻഡിപെൻഡൻ്റ്. വ്യത്യസ്തമായിട്ടുള്ള ട്രൈറ്റുകൾ ഈ പറയുന്ന ഇൻഹെറിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതായത് ടോള് സെപ്പറേറ്റ് ആയിരിക്കും, നിറവും സെപ്പറേറ്റ് ആയിരിക്കും. ആ രണ്ട് ട്രൈറ്റ് അത് എഴുതി വെച്ചാൽ മതി. 16. അനലൈസ് ദ സിറ്റുവേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. കാൽഷ്യം ലെവൽ ഇൻ ദ ബ്ലഡ് ഡിക്രീസസ്, കാൽഷ്യം ലെവൽ ഇൻ ദ ബ്ലഡ് ഇൻക്രീസസ്. വിച്ച് ഗ്ലാൻഡ് സെക്രീറ്റ് ദ ഹോർമോൺ റിക്വയർഡ് ഇൻ സിറ്റുവേഷൻ ബി? അപ്പം സിറ്റുവേഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആ സിറ്റുവേഷനിൽ റിലീസാവുന്ന ബ്ലഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കാൽസിറ്റോണിനായിരിക്കും. അത് റിലീസ് ചെയ്യുന്ന ആരാണ്? തൈറോയിഡാണ്. ആ സിറ്റുവേഷനിൽ റിലീസാവുന്ന ഹോർമോൺ എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് റിലീസ് ആയി കഴിയുമ്പോൾ രക്തത്തിൽ ഈ പറയുന്ന കാൽഷ്യം ലെവൽ കൂടുമ്പോൾ കുറയ്ക്കാനായിട്ടാണ് കാൽസിറ്റോണിൻ വരുന്നത്, തൈറോയിഡ് ഗ്ലാൻഡ്. ഹൗ ഡസ് ദ ഹോർമോൺസ് ഇൻ ദ സിറ്റുവേഷൻ എ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഏതായിരിക്കും? അത് പാരാതെർമോൺ ആയിരിക്കും. പാരാതൈറോയിഡ് ഗ്ലാൻഡിൻ്റെ. ഓക്കെ, ഹൗ ഡസ് ദ പാരാതെർമോൺ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ നോർമൽ കാൽഷ്യം ലെവൽ? എങ്ങനെയായിരിക്കും? പാരാതെർമോൺ എന്ത് പറ്റും? കാൽഷ്യത്തിൻ്റെ ബോണിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യും? ശ്രമിക്കും. യൂറിനിൽ നിന്ന് മാക്സിമം തിരിച്ച് അബ്സോർവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഏതൊരു പോയിന്റ് എഴുതി വെച്ചാൽ അവിടെ മാർക്ക് കിട്ടും. അടുത്ത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. ഇതെന്ന അഡ്രീനൽ കോർട്ടക്സ് ആണ്. ഇത് അഡ്രീനൽ മെഡുല്ലയാണ് കാണിച്ചിട്ടുള്ളത്. വാട്ട് ആർ ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ എ? എ എന്ന് പറഞ്ഞാൽ ഏതാണ്? അഡ്രീനൽ കോർട്ടക്സ് ആണ്. കോർട്ടക്സ് ഉണ്ടാക്കുന്ന ഏതാണ്? അത് കോർട്ടിക്കോ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെൻഷൻ എനി 2 ഹോർമോൺസ് ഓഫ് ദിസ് ടൈപ്പ് ആൻഡ് റൈറ്റ് ദ ഫങ്ഷൻസ്. ഏതൊക്കെ എഴുതാൻ പറ്റും നമുക്ക്? കോർട്ടിസോൾ എഴുതാൻ പറ്റും. കോർട്ടിസോള്. അതുപോലെ നമുക്ക് ആൾഡോസ്റ്റിറോൺ എഴുതാൻ പറ്റും. കോർട്ടിസോളും ഗ്ലൂക്കോസിൻ്റെ മെറ്റാബോളിസം, ഇമ്മ്യൂണൽ സപ്രഷൻ. ആൾഡോസ്റ്റിറോൺ ആണെങ്കിൽ എന്താണ്? മിനറലിൻ്റെ കാര്യങ്ങൾ എഴുതി വയ്ക്കാം. 17. റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ. ഇത് തിരിച്ച് പടം വരയ്ക്കണം കേട്ടോ. റീഡ്രോ ദ ഡയഗ്രാം ഒന്നല്ലേ? അതെ. ലേബിൾ ദ പാർട്ട് ആക്ടിങ് ആസ് എൻ എൻഡോക്രിൻ ഗ്ലാൻഡ് ആൻഡ് സ്റ്റേറ്റ് ദ ഫംഗ്ഷൻ. ഏതാണ്? ഇവിടെ കാണാം, നമ്മുടെ ഹൈപ്പോതലാമസ്. ഹൗ ഡസ് ദ പാർട്ട് ലേബിൾഡ് എക്സ്? എക്സ് എന്ന് വെച്ചാൽ ഏതാണ്? നമ്മുടെ സെറിബെല്ലം അല്ലെ? സെറിബെല്ലം. ഹെൽപ്പ് മെയിൻറ്റെയിൻ ബോഡി ബാലൻസ് ബൈ കൺട്രോളിങ് മസ്കുലാർ ആക്ടിവിറ്റീസ്, ഇൻവോളണ്ടറി ആക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇൻവോൾണ്ടറി അല്ല, മസ്കുലാർ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബെല്ലം ആണ്. മസ്കുലാർ ആക്ടിവിറ്റീസ് അത് വെച്ചിട്ട് എഴുതാം. 18. അനലൈസ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്സിൻ്റെ കേസാണ് അല്ലെ, നമ്മൾ പഠിച്ചതാണ്. ദ ഡയഗ്രാം ഷോസ് ദ മൂവ്മെൻറ്റ് ഓഫ് എ ഹോർമോൺ. ഐഡൻറ്റിഫൈ ദ ഹോർമോൺ ആൻഡ് ദ പ്ലാന്റ് മൂവ്മെൻറ്റ് ഇൻ ദ കേസ്. ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണ്? ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിനാണ്. ഓക്കെ, ആ മൂവ്മെൻറ്റ് വിളിക്കുന്ന പേരാണ് എന്ത്? ഫോട്ടോട്രോപ്പിസം.
ഫോട്ടോട്രോപിസം ആണ് മൂവ്മെൻറ്റ്, ലൈറ്റ് അനുസരിച്ച് പോകുന്നത്. ഹൗ ഡസ് ദിസ് മൂവ്മെൻറ്റ് ഈസ് പോസിബിൾ? എന്തുകൊണ്ടാണ്? ദ ഓക്സിൻ വിൽ ഗോ ടു ദ പ്ലേസ് വെയർ ദർ ഈസ് നോ ലൈറ്റ് ആൻഡ് ദേ വിൽ ഫോം എ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആൻഡ് സ്റ്റാർട്ട് സെൽ ഡിവിഷൻ leading to the elongation of the cell in the part where oxygen is present, leading to the bending of the plant in the direction of the light. ഇത് നിങ്ങളുടെ ഭാഷയിൽ എഴുതി വയ്ക്കണം. ഇത് ഡിസീസാണ്. ഐഡൻറ്റിഫൈ ദ ഹോർമോൺ ആൻഡ് ദ നെയിം ഓഫ് ദ ഹോർമോൺ ദാറ്റ് കൺട്രോൾ ഇറ്റ് സെക്രീഷൻ. അപ്പോൾ ഈ ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണ്? ഗ്രോത്ത് ഹോർമോൺ അഥവാ എന്താണ്? സൊമാറ്റോട്രോഫിൻ ആണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? അത് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും അതുപോലെ തന്നെ ഇൻഹിബിറ്ററി ഹോർമോണുമാണ് അതിൻ്റെ അളവിനെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. മെൻഷൻ ദ ഡിസോർഡർ കോസ്ഡ് ബൈ ദ ഇംബാലൻസ്. ഏതൊക്കെ ഡിസോർഡറാണ്? നമ്മൾ ജൈജാൻറ്റിസ് എഴുതണം, ഡോർഫിസ് എഴുതണം, അതുപോലെ തന്നെ അക്രോമെഗലി എന്താണെന്നുള്ളത് എഴുതണം. ജൈജാൻറ്റിസും സൊമാറ്റോട്രോഫിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു, ഡോർഫിസും സൊമാറ്റോട്രോഫിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു, അക്രോമെഗലി സൊമാറ്റോട്രോഫിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു ആഫ്റ്റർ എന്താണ്? മെച്യൂരിറ്റി. ആഫ്റ്റർ മെച്യൂരിറ്റി ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആണ് സംഭവിക്കുന്നത്. ഇവിടെ ചിഹ്നം ജോയും ഒക്കെ ഇലോങ്ങേറ്റ് ചെയ്യുന്നു. എഴുതി വെച്ച മാർക്ക് കിട്ടും. അതിൻ്റെ ബാക്കി ആൻസറിൻ്റെ PDF ഒക്കെ താഴെ അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാകും. ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷനാണ് തന്നത്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.